ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു സീലിംഗ് ഫാനിൻ്റെ നമുക്ക് കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യാമെന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, നോർമലി നമുക്ക് പഴയ ടൈപ്പ് സീലിംഗ് ഫാൻസിന് വരുന്ന നമുക്ക് സ്പീഡ് കുറവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കപ്പാസിറ്റർ ആയിരിക്കും പോയേക്കുന്നത്. അപ്പോൾ പുതിയൊരു കപ്പാസിറ്റർ മേടിച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് പഴയ പോലെ നോർമലാവും. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഒരു പഴയൊരു ഫാനാണ്. അപ്പോൾ ഇതിനിപ്പോൾ സ്പീഡില്ല. ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്യുവാണ്. ഇതിപ്പോൾ ഞാൻ ഓൺ ചെയ്തു. ഇതിൻ്റെ റെഗുലേറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും, മാക്സിമം പൊസിഷനിലാണ്. ഓക്കെ, 5 എന്നുള്ളൊരു പൊസിഷനിലാണ് കിടക്കുന്നത്. പക്ഷേ ഈ ഫാനിന് സ്പീഡ് വളരെ കുറവാണ്. ഓക്കെ, ഇത് പഴയ നോർമൽ സ്പീഡല്ല 5-ന്, ഒരു 1-2 എന്നുള്ളതിൻ്റെ സ്പീഡേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് മിക്കവാറും കപ്പാസിറ്റർ ആയിരിക്കും പോയേക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഓഫ് പൊസിഷനിലിട്ടേക്കാണ് ഞാൻ ഇതിൻ്റെ റെഗുലേറ്റർ. ഓഫ് പൊസിഷനിലിടുമ്പോഴത്തേക്കും ഫാൻ ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ പൊതുവേ റെഗുലേറ്ററിൻ്റെ ഇഷ്യൂ ആവാനുള്ള സാധ്യത കുറവായിരിക്കും. പൊതുവെ കപ്പാസിറ്ററിൻ്റെ ഇഷ്യൂ ആവാനാണ് ചാൻസസ്. ഓക്കെ, നമുക്കിതിൻ്റെ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്തൊന്ന് നോക്കാം. ഇതാണൊരു കപ്പാസിറ്റർ വരുന്നത്. ഓക്കെ, ഇത് 2.5-ൻ്റെയാണ് കപ്പാസിറ്റർ വരുന്നത്. കെൽട്രോൺ എന്ന് പറഞ്ഞ കമ്പനീൻ്റെയാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഇതിന് നോർമലി ഒരു 30 to 40 റുപ്പീസേ ഉള്ളൂ. നിങ്ങൾക്ക് സുഖമായിട്ട് കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാനല്ലേ വരുന്നുള്ളൂ. ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ 2 കണക്ഷൻസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. കണ്ടോ, ഇത് നമ്മൾ സുഖമായിട്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ലാഡറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാനിൻ്റെ ടോപ്പിൻ്റെ സെക്ഷൻ വരുന്നത്. ഓക്കെ, ലീഫിൻ്റെ ടോപ്പ് വരുന്നത്. ഇപ്പോൾ ഇത് ടോപ്പിലേക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെയാണ് കപ്പാസിറ്റർ മൗണ്ട് ചെയ്തേക്കുന്നത്. കപ്പാസിറ്ററും പോയിരിക്കുന്ന 2 വയർ നമുക്കിവിടെ കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ടോപ്പിലും ഉണ്ട്. ഈ പോയിരിക്കുന്ന 2 വയറാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കാണാൻ പറ്റും ബ്ലൂ കളറാണ് വയർ. അത് വന്നേക്കുന്ന കണക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഈ ഒരു സെക്ഷനിലാണ്. ഓക്കെ, പിന്നെ സെക്കൻഡ് കണക്ഷൻ ഇവിടെയാണ്. ഓക്കെ, കണ്ടോ, 2ഉം ബ്ലൂ കളർ. സെക്കൻഡും തേർഡും പൊസിഷനിലാണ് നമുക്ക് വന്നേക്കുന്നത് കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നോളേജ് ഒന്നുമില്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 2 വയർ എവിടേക്കാണ് കണക്ഷൻ വന്നേക്കണമെന്ന് നോക്കുക. അത് എന്നിട്ട് അതിൻ്റെ സ്ക്രൂസ് ഒരു ടെസ്റ്റർ വെച്ചിട്ട് ലൂസ് ചെയ്യാം. ഓക്കെ, ഈ കണക്ഷൻ കറക്റ്റായിട്ട് നോക്കണം എവിടേക്കാണ് കണക്റ്റഡ് എന്ന്. കാരണം ഇവിടെ വന്നേക്കണ യെല്ലോവും ബ്ലൂവും, കപ്പാസിറ്ററിൻ്റെ ബ്ലൂ വയറും ഒരു യെല്ലോ വയറും കൂടിയാണ് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുത്തേക്കുന്നത് സെക്കൻഡ് സ്ക്രൂവിൻ്റെ അവിടെ. അപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ യെല്ലോ സെക്കൻഡിൽ. ഇനി അതേപോലെ തന്നെ താഴെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീനും ബ്ലൂവും കൂടിയാണ് കൊടുത്തേക്കുന്നത് ലാസ്റ്റ് കണക്ഷനിൽ. അത് നിങ്ങൾ റിമൂവ് ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മൾ ടെസ്റ്റർ വെച്ചിട്ട് സ്ക്രൂ റിമൂവ് ചെയ്യാം. സ്ക്രൂ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ കണക്ഷനും റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ 2 കണക്ഷനും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആകെ അറിയാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വയറായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, യെല്ലോ സെക്കൻഡ് കണക്ടറിലാണ് കൊടുത്തേക്കുന്നത്, ഗ്രീൻ ലാസ്റ്റ് കണക്ടറിലാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കപ്പാസിറ്റർ ഇതേപോലെ ഒരു ബ്രാക്കറ്റിലായിരിക്കും കൊടുത്തേക്കുക. ആ ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ കപ്പാസിറ്റർ പതുക്കെ റിമൂവ് ചെയ്തെടുക്കുക. ഓക്കെ, റിമൂവായി. അപ്പം നമ്മുടെ കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇവിടെ പിരിച്ച് കൊടുത്തിട്ടുണ്ട് വയർ, അതും കൂടി നിങ്ങൾ റിമൂവ് ചെയ്യുക. ഓക്കെ, റിമൂവ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ പഴയ കപ്പാസിറ്ററാണ്. ഇനി നിങ്ങൾക്ക് പുതിയ കപ്പാസിറ്റർ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കപ്പാസിറ്റർ വരുന്നത്. കെൽട്രോണിൻ്റെ നിങ്ങൾ കണ്ടു. ഓക്കെ, ഇത് ആ ബ്രാക്കറ്റിലേക്ക് ആദ്യം ഇറക്കി വയ്ക്കുക. ബ്രാക്കറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റ് വലുതാവും. ബ്രാക്കറ്റിലേക്ക് നിങ്ങൾ ഇറക്കി വയ്ക്കുക. നേരത്തെ ഇരുന്നത്തെ പോലെ തന്നെ ടൈറ്റ് ആയിരിക്കണം.
ഏകദേശം ഒരു നടുക്ക് ബ്രാക്കറ്റ് വരുന്ന രീതിയിൽ നിങ്ങൾ മൗണ്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ മൗണ്ട് ചെയ്തു. ഇനി നമുക്ക് ഈ രണ്ടെണ്ണം, ഓക്കെ, ഇതിനകത്ത് രണ്ടും സെയിം വയർ ആയത് കാരണം കപ്പാസിറ്ററാണ്. അപ്പോൾ പ്രോബ്ലം ഇല്ല നമ്മൾ ഇതിൽ കൊടുത്താലും. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നു സെക്കൻഡ് കണക്ടറിലാണ് നമുക്ക് യെല്ലോ വരുന്നത്. അപ്പോൾ യെല്ലോ കപ്പാസിറ്ററിൻ്റെ ഒരു വയറും കൂടി ട്വിസ്റ്റ് ചെയ്യുക. അടുത്തത് ഗ്രീനും കപ്പാസിറ്ററിൻ്റെ ഒരു വയറും കൂടി ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, രണ്ടും കൂടി നിങ്ങൾ വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഞാൻ ആദ്യം ട്വിസ്റ്റ് ചെയ്തോട്ടെ. അപ്പം നമ്മൾ വയർ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വയർ ട്വിസ്റ്റ് ചെയ്തിട്ടേക്ക് നിങ്ങൾ കണ്ടു യെല്ലോ കണക്ടർ സെക്കൻഡ് സൈഡിലാണ്. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡിലേക്ക് നമ്മൾ മാക്സിമം ഇറക്കി നമ്മൾ കണക്ഷൻ കൊടുക്കുക. അതേപോലെ നമ്മുടെ ഗ്രീനും കപ്പാസിറ്ററിൻ്റെ വയറും കൂടി തേർഡ് ഓപ്ഷനിലാണ്. അത് നമ്മൾ ഇതേപോലെ കണക്ഷൻ കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ കണക്ഷൻ കൊടുത്തു. നേരത്തെ നിങ്ങൾ കണ്ട പോലെ തന്നെ യെല്ലോ വയറും കപ്പാസിറ്ററിൻ്റെ ഒരു വയറും കൂടി സെക്കൻഡ് ഓപ്ഷനിലേക്ക് കണക്ടറിലേക്ക് കണക്ട് ചെയ്തു. സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തു. അതേപോലെ ലാസ്റ്റ് വയർ, അതായത് ഗ്രീൻ വയറും റെഡ് വയർ കപ്പാസിറ്ററിൻ്റെ അടുത്ത വയറും കൂടി നമുക്ക് ലാസ്റ്റ് കണക്ഷനിലേക്ക് കൊടുത്തിട്ട് നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ. ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഇത്തിരി ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്വിങ് ചെയ്യുമ്പോഴത്തേക്കും ഇത് അടിച്ചുകൊണ്ടിരിക്കും. ഇത്തിരി ഗ്യാപ്പ് ഇടണം എപ്പോഴും. ഓക്കെ, ഇനി നമുക്ക് ഓൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ നമുക്ക് കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ വരുന്നത്. നമുക്ക് ബേസിക്കായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. രണ്ട് കണക്ടേഴ്സ് ഏത് വയറിലാണ് ട്വിസ്റ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്തേക്കണമെന്ന് നോക്കുക. അതാത് വയറിൽ ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, കപ്പാസിറ്ററിന് രണ്ടും സെയിം കളർ ആയത് കാരണം ഇന്ന വയർ ഇവിടെ കൊടുക്കണമെന്നൊന്നുമില്ല. ഓക്കെ, രണ്ട് കണക്ഷനിലേക്ക് ഇതേപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫാൻ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഹയസ്റ്റ് പൊസിഷൻ തന്നെയാണ് 5. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ക്ലീൻ ചെയ്യാൻ ഇത്തിരി പൊടിയുണ്ട്. ഓക്കെ, നല്ല സ്പീഡുണ്ട് ഫാനിന്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫാനിൻ്റെ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നല്ല സ്പീഡുണ്ട്. ഇപ്പോൾ ഫാനിന് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. നിങ്ങൾ ആദ്യത്തെ സെക്ഷൻ കണ്ടേ അറിയാൻ പറ്റും, ഇത്രയൊന്നും സൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പീഡ് കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് അപ്പോൾ ചെയ്യേണ്ട കാര്യം റെഗുലേറ്ററും നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഒരു 30-40 റുപ്പീസേ ഉള്ളൂ. സുഖമായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഞാനിപ്പോൾ ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. Okay, thank you for watching. Bye.